ഹായ് ഓൾ, നമുക്കിന്ന് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: an RCC beam 300 mm by 600 mm in section is reinforced with 5 25 mm diameter bars. Effective. It is subjected to a design shear force of 200 kN. Comment on its shear design. Use M20 concrete and Fe415 steel. ഓക്കെ, അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ ഈ പ്രോബ്ലം ചെക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു പ്രോബ്ലത്തിൻ്റെ ഷിയർ ഡിസൈനിൻ്റെ ബേസിസിൽ കമൻറ്റ് ചെയ്യാൻ. ഓക്കെ, ഷിയർ ഡിസൈൻ. അപ്പോൾ ഷിയർ ഡിസൈനിൻ്റെ ബേസിസിൽ കമൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഇത് റീഡിസൈൻ ചെയ്യണോ, ഈ ഒരു പർട്ടിക്കുലർ സെക്ഷൻ റീഡിസൈൻ ചെയ്യണോ ഷിയറിൻ്റെ ബേസിസിൽ, ഒന്ന് മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്താൽ മതിയോ, മൂന്നാമത്തത് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസൈൻ ചെയ്യണോ എന്നുള്ളത്. ഓക്കെ, ഇതിലേതാണ് വരുന്നതെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതാണ് കമൻറ്റ് ചെയ്യേണ്ടത്. അതായത് വി ഹാവ് ടു പ്രൊവൈഡ് മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ്, ഓർ വി ഹാവ് ടു ഡിസൈൻ ദ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ്, ഓർ വി ഹാവ് ടു റീഡിസൈൻ ദിസ് സെക്ഷൻ. അതാണ് കമൻറ്റ് ചെയ്യേണ്ടത്. അപ്പം ഇത് കമൻറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പം ടോവി ലെസ് ദാൻ ടോസി വന്നു കഴിഞ്ഞാൽ നമുക്ക് മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്താൽ മതി എന്നുള്ളതാണ് കൺസെപ്റ്റ്. അപ്പോൾ നമുക്കത് കമൻറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ടോവി ഗ്രേറ്റർ ദാൻ ടോസി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസൈൻ ചെയ്യണം എന്നുള്ളത് കമൻറ്റ് ചെയ്യാം. ഇനി ഇൻ കേസ് ആദ്യം ചെക്ക് ചെയ്യുമ്പോൾ തന്നെ ടോവി ഗ്രേറ്റർ ദാൻ ടോസി മാക്സ് ആണ് വരുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു സെക്ഷൻ റീഡിസൈൻ ചെയ്യണം എന്നുള്ള രീതിയിൽ കമൻറ്റ് ചെയ്യാം. അപ്പം ഇതിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് ടോവി, ഒന്ന് ടോസി മാക്സ്, ഒന്ന് ടോസി. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിച്ചിട്ട് ഇത് പരസ്പരം കമ്പയർ ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ട് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കമൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഗിവൺ ഡാറ്റാസ് നോക്കാം. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? an RCC beam 300 mm by 600 mm in section is reinforced with 5 25 mm diameter bars effective. അപ്പം RCC ബീമിൻ്റെ ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട് B 300 mm. അതുപോലെ ഇപ്പം ബ്രാക്കറ്റിൽ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എഫക്റ്റീവ് തന്നതുകൊണ്ട് എഫക്റ്റീവ് ഡെപ്ത് ആണ് തന്നിട്ടുള്ള 600 mm എന്ന് പറയുന്നത്. ഓക്കെ, എഫക്റ്റീവ് ഡെപ്ത്. അപ്പോൾ സ്മോൾ ലെറ്റർ D ആണ് 600 mm. ഇൻ സെക്ഷൻ ഈസ് റീഇൻഫോഴ്സ്ഡ് വിത്ത് 5 25 mm ഡയമീറ്റർ ബാർസ്. അപ്പോൾ 5 25 mm ഡയമീറ്റർ ബാർസ് എന്ന് പറയുമ്പോൾ നമുക്ക് AST കണ്ടുപിടിക്കാം, ഏരിയ ഓഫ് സ്റ്റീൽ ടെൻഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ 5 × പൈ × 25² ഡിവൈഡ് ബൈ 4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് A_ST നമുക്ക് കിട്ടും. ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു എ ഡിസൈൻ ഷിയർ ഫോഴ്സ് ഓഫ് 200 kN. അപ്പോൾ ഡിസൈൻ ഷിയർ ഫോഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്, അതായത് V_U. ഓക്കെ, അതായത് ഡിസൈൻ ലോഡ് മുഖേന വരുന്ന ഷിയർ ഫോഴ്സാണ്. ഓക്കെ, അല്ലെങ്കിൽ ഫാക്ടേർഡ് ലോഡ് മുഖേന വരുന്ന ഷിയർ ഫോഴ്സാണ്. VU എന്ന് പറയുന്ന ടേം തന്നെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. FCK വാല്യൂ 20 N/mm², FY വാല്യൂ 415 N/mm². ഓക്കെ, given data B is equal to 300 mm, D is equal to 600 mm, AST is equal to 5 × π × 25² divided by 4, that is equal to 2454.37 mm². VU is equal to 200 kN, FCK is equal to 20 N/mm², FY is equal to 415 N/mm². സ്റ്റെപ്പ് 1, നമുക്ക് ടോവി വാല്യൂ, ടോസി മാക്സ് വാല്യൂ, ടോസി വാല്യൂ, ഈ 3 വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇത് കണ്ടുപിടിച്ചിട്ട് പരസ്പരം കമ്പയർ ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടോവി വാല്യൂ കണ്ടുപിടിക്കാം. സ്റ്റെപ്പ് 1, നോമിനൽ ഷിയർ സ്ട്രെസ് ടോവി. അപ്പോൾ ടോവി ഈസ് ഈക്വൽ ടു പേജ് നമ്പർ 72 കൊടുത്തിരിക്കുന്ന ഇക്വേഷനാണ്. നോമിനൽ ഷിയർ സ്ട്രെസ് (T_F) എക്സ്റ്റേണൽ ലോഡ് കാരണം ആ ബീമിൽ ഡെവലപ്പ് ചെയ്യുന്ന ഷിയർ സ്ട്രെസ്സാണ് ടോവി, ഈസ് ഈക്വൽ ടു VU/BD. VU ഈസ് ഈക്വൽ ടു 200 kN ആണ്. ഇപ്പോൾ നമ്മൾ കോഡിൽ പേജ് നമ്പർ 73 ടേബിൾ 19 ടേബിൾ 20 ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടേബിൾ 19 നിന്ന് നമുക്ക് ടോസി വാല്യൂ ആണ് കിട്ടുക, ടേബിൾ 20 നിന്ന് ടോസി മാക്സ് വാല്യൂ ആണ് കിട്ടുക. അപ്പോൾ ആ 2 ടേബിളും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടോസീൻ്റെ യൂണിറ്റ് ആണെങ്കിലും ടോസി മാക്സിൻ്റെ യൂണിറ്റ് ആണെങ്കിലും N/mm² ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അവിടെ ലോഡിൻ്റെ ടേംസ് ന്യൂട്ടണിലും ലെങ്ത്തിൻ്റെ ടേം mm ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ടോവി വാല്യൂ നമ്മൾ N/mm² തന്നെ കണ്ടുപിടിക്കണം. കാരണം ഇത് പരസ്പരം കമ്പയർ ചെയ്യുമ്പം എല്ലാം ഒരേ യൂണിറ്റിലായിരിക്കണം. ഓക്കെ,
അപ്പം വി യു എന്നുള്ളത് 200 കിലോ ന്യൂട്ടൺ ആയിരുന്നു. അപ്പോൾ അതിനെ ഞാൻ ന്യൂട്ടണിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ വി യു ഈസ് ഈക്വൽ ടു 200 × 10⁻³ ന്യൂട്ടൺ ഡിവൈഡ് ബൈ ബിയും ഡിയും ഓൾറെഡി MM-ലാണ് അല്ലേ. അപ്പോൾ 300/600 ദാറ്റ് ഈസ് ഈക്വൽ ടു സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ടോവി വാല്യൂ നമുക്ക് 1.11 Nm/mm² എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, ഇനി സ്റ്റെപ്പ് 2 എന്ത് ചെയ്യണം? ടോവിയും ടോസിമാക്സും തമ്മിൽ കമ്പയർ ചെയ്യാം. അതായത് നമുക്ക് റീഡിസൈൻ ചെയ്യണോ അതോ ഈ സെക്ഷൻ അഡക്വേറ്റ് ആണോ ഈ ഒരു പർട്ടിക്കുലർ സ്ട്രെസ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു കമ്പാരിസണിൽ നമുക്ക് കിട്ടും റീഡിസൈൻ ചെയ്യണോ അതോ വേണ്ടയോ എന്നുള്ളത്. ഓക്കെ, സ്റ്റെപ്പ് 2 കമ്പയർ ടോവി ആൻഡ് ടോസിമാക്സ് ഫ്രം ടേബിൾ 20 ഫോർ M20 ഗ്രേഡ് കോൺക്രീറ്റ് ടോസിമാക്സ് ഈസ് ഈക്വൽ ടു 2.8 Nm/mm². നിങ്ങൾ ടേബിൾ 20 നോക്കിയാൽ മതി. ടോസിമാക്സിൻ്റെ വാല്യൂ 2.8 Nm/mm² ആണ് M20 ഗ്രേഡ് കോൺക്രീറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട്. അപ്പോൾ ടോസിമാക്സ് വാല്യൂ എടുത്തു. അപ്പോൾ ഇത് തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഏതാ വലുത്? ടോസിമാക്സ് തന്നെയാണ് അല്ലേ. അപ്പോൾ ടോവി ലെസ് ദാൻ ടോസിമാക്സ് ആണ്. അതുകൊണ്ട് തന്നെ ഈ സെക്ഷൻ അഡ്വക്കേറ്റ് ആണ്, റീഡിസൈൻ ചെയ്യേണ്ട കാര്യമില്ല. ടോവി ലെസ് ദാൻ ടോസിമാക്സ്, ഹെൻസ് ദ സെക്ഷൻ ഈസ് അഡ്വക്കേറ്റ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ സെക്ഷൻ ഓക്കെ ആണ്. ഈ ഒരു പർട്ടിക്കുലർ ഷിയർ സ്ട്രെസ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പർട്ടിക്കുലർ സെക്ഷൻ ഓക്കെ ആണ്. ഹെൻസ് ദ സെക്ഷൻ ഈസ് അഡ്വക്കേറ്റ്. സ്റ്റെപ്പ് 3 ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ടോസി. ഓക്കെ, ഇനി ടോസി വാല്യൂ കണ്ടുപിടിച്ചിട്ട് ടോവിയും ടോസി വാല്യൂയും കമ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ടോസി കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ടേബിൾ 19 എടുത്തു കഴിഞ്ഞാൽ ടേബിൾ 19ൻ്റെ ഏറ്റവും ലെഫ്റ്റ് സൈഡിലുള്ള കോളം പെർസെൻറ്റേജ് ഓഫ് സ്റ്റീലാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അവിടെ എഴുതിയിരിക്കുന്ന 100 AS/BD എന്നാണ്. AS എന്ന് പറയുന്ന ഏരിയ ഓഫ് സ്റ്റീൽ ഇൻ ടെൻഷനാണ്. അപ്പം പെർസെൻറ്റേജ് ഓഫ് സ്റ്റീലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടും അതുപോലെ തന്നെ ബാക്കി ഇപ്പുറത്തേക്ക് വരുന്ന ടോപ്പിൽ എഴുതിയിരിക്കുന്ന ഹെഡിങ്സ് ഒക്കെ നോക്കിയാൽ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ആണ് അല്ലേ. M15, M20, M25. അപ്പം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റിനെയും അതുപോലെ തന്നെ ഈ ഒരു പർട്ടിക്കുലർ ബീമിൻ്റെ ക്രോസ് സെക്ഷനിൽ അടങ്ങിയിരിക്കുന്ന ഏരിയ ഓഫ് സ്റ്റീൽ ഇൻ ടെൻഷനെയും ബേസ് ചെയ്തിട്ടാണ് ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റിൻ്റെ വാല്യൂ വരിക. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം പെർസെൻറ്റേജ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാം. PT = ആ ടേബിളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇക്വേഷൻ 100 AS/BD എന്ന്. അപ്പോൾ ആ സെയിം ഇക്വേഷൻ തന്നെ ഞാൻ എഴുതുകയാണ്. 100 AST ഞാൻ ഏരിയ ഓഫ് സ്റ്റീൽ ഇൻ ടെൻഷൻ എന്നുള്ള AS_ST എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. ഡിവൈഡ് ബൈ BD 100 AST/BD ആണ് PT. അപ്പോൾ PT = 100 × AST എന്ന് പറയുന്നത് 2454.37 mm² ആയിരുന്നു. ഡിവൈഡ് ബൈ 300 × 600. ഓക്കെ, അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് PT = 1.36% എന്ന് പറഞ്ഞ് കിട്ടും. PT = 1.36%. For M20 grade concrete and 1.36% of steel in tension zone from table 19. അപ്പോൾ ടേബിൾ 19ൽ നമുക്ക് നോക്കാം 1.36%ന് കറസ്പോണ്ടിങ് ആയിട്ട് ടോസി വാല്യൂ വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം M20 ഗ്രേഡിൻ്റെ കോളത്തിൽ. ഓക്കെ, അപ്പോൾ ടേബിൾ 19ൽ നോക്കിക്കഴിഞ്ഞാൽ 1.36%ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഇല്ല അല്ലേ. 1.36%ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോസി വാല്യൂ ഇല്ല എവിടെയും. 1.25%ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോസി വാല്യൂ ഉണ്ട്. 1.5%ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോസി വാല്യൂ ഉണ്ട്. അപ്പോൾ 1.36 എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ വരുന്ന വാല്യൂ ആണ് അല്ലേ. അപ്പോൾ ഫോർ 1.25% ഓഫ് ടെൻഷൻ സ്റ്റീൽ ടോസി വാല്യൂ ടേബിളിൽ നിങ്ങൾ ചെക്ക് ചെയ്യണം. ടേബിൾ 19ൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോർ 1.25% ഓഫ് ടെൻഷൻ സ്റ്റീൽ ടോസി = 0.67 Nm/mm². അതേപോലെ ഫോർ 1.5% ഓഫ് ടെൻഷൻ സ്റ്റീലിന് കറസ്പോണ്ടിങ് ആയിട്ട് ടോസി വാല്യൂ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 0.72 Nm/mm² ആണ്. 1.25% ഓഫ് സ്റ്റീലിന് 0.67ഉം 1.5% ഓഫ് ടെൻഷൻ സ്റ്റീലിന് ടോസി വാല്യൂ 0.72 ആണ് M20ൻ്റെ കേസിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി 1.36% എന്ന് പറയുന്നത് 0.67ൻ്റെയും 0.72ൻ്റെ ഇടയിലാണ് വരിക അല്ലേ. അപ്പം അത് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഇൻ്റർപോളേഷൻ ചെയ്യണം. So we have to do interpolation for finding out TOSI value corresponding to 1.36% of steel. അപ്പോൾ ഇൻ്റർപോളേഷൻ നമുക്ക് ചെയ്യാം. ഇവിടെ ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്നത് പോലെ ഒരു ഫിഗർ നിങ്ങൾ വരയ്ക്കണം. അപ്പം അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. 1.25%ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോസി വാല്യൂ 0.67 അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ 1.5% ഓഫ് സ്റ്റീലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോസി വാല്യൂ 0.72 അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലൊരു ഫിഗർ വരച്ചു. ഇനി നമുക്ക് വേണ്ടത്
1.36 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് അല്ലേ. 1.36% കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോസി വാല്യൂ ആണ്. അപ്പോൾ 1.36 ഞാൻ 1.25ൻ്റെയും 1.5ൻ്റെയും ഇടയ്ക്ക് ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു പോയിൻ്റ് എഴുതി. ഓക്കെ, അപ്പോൾ 1.36 ഞാൻ മേലോട്ട് ഒരു ലൈൻ വരച്ചു. അത് ഈ 0.67നെയും 0.72നെയും കണക്ട് ചെയ്യുന്ന ആ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ലൈനിൽ എവിടെയാണോ ടച്ച് ചെയ്യുന്നത് ആ കറസ്പോണ്ടിങ് വാല്യൂ ആയിരിക്കും നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള 1.36% കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോസി വാല്യൂ. അപ്പോൾ നമ്മൾ ഈ ഒരു ഫിഗർ വരച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ടോസി വാല്യൂ എന്ന് പറയുന്നത് 0.67 പ്ലസ് എക്സ് ആണെന്നുള്ളത്. കാരണം 0.67ൻ്റെ അവിടെ നിന്ന് ഹൊറിസോണ്ടലായിട്ട് ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ 1.36 കറസ്പോണ്ടിങ് ആയിട്ട് ആ ലൈൻ, അതായത് 0.67ൻ്റെ അവിടെ നിന്ന് ഹൊറിസോണ്ടലായിട്ട് വരച്ചിരിക്കുന്ന ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്ന 0.67 ആണ്. അതുപോലെ 1.5 എന്ന് പറയുന്ന ആ ഒരു പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്ന 0.67 ആണ് അല്ലേ. അപ്പം 0.67ൻ്റെ ആ ലെവലിലാണ് നമ്മൾ ആ ലൈൻ വരച്ചിരിക്കുന്നത്. അപ്പോൾ 1.36 ആ ലെവലിലേക്കുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.67 തന്നെയാണ്. 1.5ൻ്റെ അവിടെ നിന്നും 0.67 തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ടോസി വാല്യൂ ഈസ് ഈക്വൽ ടു ഈ ഫിഗറിൻ്റെ അകത്ത് എന്ത് ചെയ്യാം, 0.67 പ്ലസ് എക്സ്. നമുക്ക് ഈ താഴെയുള്ള ആ റെക്ടാങ്കുലർ പോർഷൻ്റെ അവിടെ വരുന്ന വെർട്ടിക്കൽ ഡിസ്റ്റൻസ് നമുക്കറിയാം 0.67, മേലോട്ടുള്ളത് നമുക്കറിയില്ല, അതുകൊണ്ട് ഞാൻ എക്സ് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ടോസി വാല്യൂ ഈസ് ഈക്വൽ ടു 0.67 പ്ലസ് എക്സ്. അപ്പം ബൈ യൂസിങ് ദ കൺസെപ്റ്റ് ഓഫ് സിമിലർ ട്രയാങ്കിൾസ്, അപ്പോൾ സിമിലർ ട്രയാങ്കിളിൻ്റെ കൺസെപ്റ്റ് യൂസ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം എക്സ് ഹൈറ്റ് വരുന്ന രീതിയിൽ ഒരു ചെറിയ ട്രയാങ്കിൾ അല്ലേ, എക്സ് ഹൈറ്റും അതുപോലെ തന്നെ 1.36ഉം 1.25ഉം പോയിൻ്റ് വരുന്ന രീതിയിൽ ബേസും വരുന്ന ഒരു ചെറിയ ട്രയാങ്കിൾ. അതേപോലെ 0.72 0.67 വരുന്ന ഹൈറ്റ്, അതായത് 0.72 മൈനസ് 0.67 ഹൈറ്റ് വരുന്ന ഒരു സൈഡിലുള്ള വലിയ ട്രയാങ്കിൾ. അതുപോലെ ബേസ് 1.5ഉം 1.25ഉം 2 പോയിൻറ്റ്സ്, അതായത് 1.5 മൈനസ് 1.25 വരുന്ന ഒരു ബേസും. ഓക്കെ, ഒന്നുകൂടെ പറയാം. ചെറിയ ട്രയാങ്കിൾ ഹൈറ്റ് എക്സ്, ബേസ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന 1.36 മൈനസ് 1.25. അതേപോലെ വലിയ ട്രയാങ്കിൾ ഹൈറ്റ് എന്ന് പറയുന്നത് 0.72 മൈനസ് 0.67, ബേസ് എന്ന് പറയുന്നത് 1.5 മൈനസ് 1.25. ഓക്കെ, നിങ്ങൾക്ക് ആ ഫിഗറിൽ നിന്ന് കാണാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് ബൈ യൂസിങ് ദ കൺസെപ്റ്റ് ഓഫ് സിമിലർ ട്രയാങ്കിൾസ് എക്സ് ഡിവൈഡഡ് ബൈ, അതായത് ബേസ് ഹൈറ്റ് ഡിവൈഡ് ബൈ ബേസ് ആണ് ചെയ്യുന്നത്. ഹൈറ്റ് എക്സ് ആണ്, എക്സ് ചെറിയ ട്രയാങ്കിൾ ആദ്യം എടുത്തു. എക്സ് ഡിവൈഡഡ് ബൈ ബേസ് എന്ന് പറയുന്നത് 1.36 മൈനസ് 1.25 അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു വലിയ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് 0.72 മൈനസ് 0.67 ഓക്കെ, ഡിവൈഡഡ് ബൈ അതിൻ്റെ ബേസ് 1.5 മൈനസ് 1.25. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് എക്സ് വാല്യൂ കിട്ടും. എക്സ് ഈസ് ഈക്വൽ ടു 0.022. ഓക്കെ, അപ്പോൾ ടോസി വാല്യൂ എന്ന് പറയുന്നത് 0.67 പ്ലസ് 0.022 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 0.692 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞു കിട്ടും. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ ടോസി വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യണം, ടോവി വാല്യൂവും ടോസി വാല്യൂവും തമ്മിൽ കമ്പയർ ചെയ്യാം. അപ്പോൾ സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് കമ്പയർ ടോവി ആൻഡ് ടോസി വാല്യൂ. അപ്പം ടോസി വാല്യൂ 0.692 ആണ്, ടോവി വാല്യൂ 1.11 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഇത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മനസ്സിലാവും ടോവിയാണ് വലുതെന്നുള്ളത് അല്ലേ. കാരണം 0.692 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ ഈസ് ലെസ് ദാൻ 1.11 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ. അതായത് ടോസിയാണ് 0.692 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ, ടോവി എന്ന് പറയുന്നത് 1.11 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ. അപ്പോൾ ടോവി ഗ്രേറ്റർ ദാൻ ടോസി എന്നുള്ള കൺസെപ്റ്റ് അവിടെ വരുന്നത്. അപ്പോൾ ടോവി ഗ്രേറ്റർ ദാൻ ടോസി വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഷിയർ ഡിസൈൻ ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ ടോവി ലെസ് ദാൻ ടോസി വന്നു കഴിഞ്ഞാൽ മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്താൽ മതി. എന്നാൽ ഇവിടെ ടോവി ഗ്രേറ്റർ ദാൻ ടോസി വന്നതുകൊണ്ട് ഹെൻസ് ഷിയർ ഡിസൈൻ ഈസ് റിക്വയർഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോബ്ലം കഴിഞ്ഞു. നമ്മൾ കമൻറ്റ് ചെയ്തു ഷിയർ ഡിസൈൻ ഈ കേസിൽ വേണം. ഓക്കെ, നമ്മളോട് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞിട്ടില്ല, ജസ്റ്റ് കമൻറ്റ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഷിയർ ഡിസൈൻ ഈ ഒരു ക്വസ്റ്റ്യനിൽ വേണം എന്നുള്ളത് നമ്മൾ കമൻറ്റ് ചെയ്തു. ഓക്കെ, ക്ലിയർ ആയോ ഫസ്റ്റ് പ്രോബ്ലം? Question number 2. Design the shear reinforcement for a simply supported reinforced concrete beam of effective span 5 meter with width 300 mm and effective depth 400 mm and carrying a superimposed load of 10 kN per meter. The beam is reinforced with 3 bars of 20 mm diameter. Use M20 concrete and Fe 415 steel. അപ്പോൾ ഇതിൽ നമ്മളോട് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
മുന്നേ ചെയ്ത പ്രോബ്ലം പോലെ തന്നെയാണ്. ടോസിമാക്സ് ചെക്ക് ചെയ്യണം, അതായത് ഈ ഒരു പർട്ടിക്കുലർ സെക്ഷൻ ഓക്കെ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. രണ്ടാമത് ടോസി കമ്പയർ ചെയ്യണം. ഇപ്പോൾ ടോവി ലെസ് ദാൻ ടോസി ആണെങ്കിൽ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് മിനിമം പ്രൊവൈഡ് ചെയ്താൽ മതി. ടോവി ഗ്രേറ്റർ ദാൻ ടോസി ആണെങ്കിൽ ഷിയർ ഡിസൈൻ ചെയ്തിട്ട് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അത് ഏത് കേസിലാണ് ഈ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം വരുന്നതെന്നുള്ള ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്കിവിടെ തന്നിട്ടുള്ള എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇവിടെ ഡിസൈൻ ദ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഫോർ എ സിംപ്ലി സപ്പോർട്ടഡ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ബീം ഓഫ് എഫക്റ്റീവ് സ്പാൻ 5 മീറ്റർ. എഫക്റ്റീവ് സ്പാൻ തന്നിട്ടുണ്ട്, എൽ എന്ന് പറയുന്ന വാല്യൂ 5 മീറ്റർ തന്നിട്ടുണ്ട്. വിത്ത് വിഡ്ത്ത് 300 mm, ബി എന്ന് പറയുന്ന വാല്യൂ 300 mm ആണ്. ആൻഡ് എഫക്റ്റീവ് ഡെപ്ത്, അതായത് സ്മോൾ ലെറ്റർ ഡി തന്നെയാണ് ഇവിടെ തന്നിട്ടുള്ളത്, 400 mm. ആൻഡ് ക്യാരിങ് എ സൂപ്പർ ഇമ്പോസ് ലോഡ് ഓഫ് 10 kN/m. സൂപ്പർ ഇമ്പോസ് ലോഡ് എന്ന് പറയുമ്പോൾ ലൈവ് ലോഡാണ്. ലൈവ് ലോഡ് 10 kN/m ഇവിടെ തന്നിട്ടുണ്ട്. ദ ബീം ഈസ് റീഇൻഫോഴ്സ്ഡ് വിത്ത് 3 bars ഓഫ് 20 mm ഡയമീറ്റർ. അപ്പോൾ ഈ ബീം റീഇൻഫോഴ്സ് ചെയ്തിരിക്കുന്നത് 3 ബാർ കൊണ്ടാണ് 20 mm ഡയമീറ്ററിൻ്റെ. അപ്പോൾ നമുക്ക് ഏരിയ ഓഫ് സ്റ്റീൽ ഇൻ ടെൻഷൻ AST കണ്ടുപിടിക്കാം. 3 × π × 20² ഡിവൈഡഡ് ബൈ 4. FCK വാല്യൂ 20 Nm/mm², FY വാല്യൂ 415 Nm/mm². ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ നമുക്ക് ടോസി വാല്യൂ, ടോസിമാക്സ് വാല്യൂ കണ്ടുപിടിച്ച് കമ്പയർ ചെയ്യുക എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ നമുക്ക് ടോസി വാല്യൂ ടേബിൾ 90 എന്ന് കണ്ടുപിടിക്കാം, ടോസിമാക്സ് വാല്യൂ ടേബിൾ 20 എന്ന് കണ്ടുപിടിക്കാം. എന്നാൽ ടോവി വാല്യൂ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇക്വേഷൻ എന്താണ്, VU/BD എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് VU വാല്യൂ ഉണ്ടോ? ഇല്ല. അപ്പോൾ VU വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ കേസിൽ മാക്സിമം വരുന്ന ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? UDL ആക്ട് ചെയ്യുമ്പോൾ WL/2 ആണ് അല്ലേ. റിയാക്ഷൻ തന്നെയാണ് മാക്സിമം ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പം WL/2 ആണ് വരുന്നത്, അതായത് WUL/2. ഓക്കെ, ഡിസൈൻ ലോഡ് ഇൻറ്റു L/2 ആണ് മാക്സിമം ഷിയർ ഫോഴ്സ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ മാക്സിമം ഷിയർ ഫോഴ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ WU വേണം. അപ്പോൾ WU ഇവിടെ തന്നിട്ടുണ്ടോ? അതായത് ഡിസൈൻ ലോഡ് ഇവിടെ തന്നിട്ടുണ്ടോ? ഇല്ല, ഡിസൈൻ ലോഡ് ഇവിടെ തന്നിട്ടില്ല. ഇവിടെ എന്ത് മാത്രമേ തന്നിട്ടുള്ളൂ? ലൈവ് ലോഡ് മാത്രമേ തന്നിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ലൈവ് ലോഡ് മാത്രമാണോ ഒരു ബീമിൽ വരുന്നത്? അല്ല, അതിൻ്റെ ഓൺ വെയിറ്റും കൂടി വരുന്നുണ്ട്, ഡെഡ് ലോഡും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഡെഡ് ലോഡ് എന്ത് ചെയ്യണം, നമ്മൾ കണ്ടുപിടിക്കണം, പ്ലസ് ലൈവ് ലോഡ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ അതിൽ വരുന്ന ലോഡായി സിമ്പിൾ W എന്ന് പറയുന്ന ടേമായി ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ നമ്മൾ ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കുന്ന ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷനിൽ VU എന്ന് പറയുന്ന ടേം ഷിയർ ഫോഴ്സ് ഡ്യൂ ടു ഡിസൈൻ ലോഡ്സ് അല്ലേ. ഇപ്പോൾ നമുക്ക് ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് വർക്കിംഗ് ലോഡ് ആവുകയുള്ളൂ, ജസ്റ്റ് W എന്ന് പറയുന്ന ലോഡ് ആവുകയുള്ളൂ. അതിനെ ഫാക്ടർ ചെയ്യണം ഇൻറ്റു 1.5. ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് കോമ്പിനേഷനിൽ വരുന്ന പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ എന്ന് പറയുന്നത് 1.5 ആണ്. അപ്പോൾ 1.5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെ ഡിസൈൻ ലോഡാക്കി മാറ്റണം. ഓക്കെ, ആ ഡിസൈൻ ലോഡ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 1.5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത്, അതായത് ടോട്ടൽ ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡിനെ 1.5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ ലോഡിനെ ഇൻറ്റു L/2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് VU വാല്യൂ കിട്ടും. അത് വെച്ചിട്ട് നമ്മളിപ്പം ചെയ്തതുപോലെ തന്നെ നമുക്ക് ഏത് രീതിയിലുള്ള ഡിസൈനാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കമൻറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ഡിസൈൻ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഗിവൺ ഡാറ്റ നമുക്ക് എഴുതാം. എഫക്റ്റീവ് സ്പാൻ L = 5 മീറ്റർ, B = 300 mm, D = 400 mm, live load = 10 kN/m, AST = 3 × π × 20² divided by 4, that is equal to 942.48 mm². FCK = 20 Nm/mm², FY = 415 Nm/mm². ഇപ്പോൾ VU കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിസൈൻ ലോഡ് ആവശ്യമാണ്. ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡിസൈൻ ലോഡ് കണ്ടുപിടിക്കാം. ഡിസൈൻ ലോഡ് കണ്ടുപിടിക്കാൻ ഇവിടെ ലൈവ് ലോഡ് മാത്രമേ നമുക്ക് ക്വസ്റ്റിൽ തന്നിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ഡെഡ് ലോഡ് കണ്ടുപിടിച്ചിട്ട് ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് ചെയ്യണം, എന്നിട്ട് അതിനെ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം ഡിസൈൻ ലോഡ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ഡെഡ് ലോഡ് കണ്ടുപിടിക്കണം. ഡെഡ് ലോഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂണിറ്റ് വെയിറ്റ് വേണം. RCCൻ്റെ യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് 25 kN/m³ ആണ്. ഇൻറ്റു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഡെപ്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോയിൻറ്റ് ലോഡിൽ കിട്ടും അല്ലേ. ആ ബീമിൻ്റെ വെയിറ്റ് എത്ര kN/m പോയിൻറ്റ് ലോഡിൽ കിട്ടും. എന്നാൽ നമുക്ക് UDL ആയിട്ടാണ് വേണ്ടത്. അപ്പം 25 ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഡെപ്ത്, 25 ഇൻറ്റു B ഇൻറ്റു D ആണ് ഡെഡ് ലോഡിൻ്റെ ഇക്വേഷൻ വരിക. ആ D എന്ന് പറയുന്നത് ഓവറോൾ ഡെപ്താണ്. ഓക്കെ, ആ കോൺക്രീറ്റിൻ്റെ മൊത്തം വെയിറ്റ് എടുക്കുമ്പോൾ ഓവറോൾ ഡെപ്താണ് വരേണ്ടത് അല്ലേ. അപ്പോൾ ഓവറോൾ ഡെപ്ത് ക്യാപിറ്റൽ D നമ്മൾ കണ്ടുപിടിക്കണം. പക്ഷേ നമുക്കിവിടെ ക്വസ്റ്റിൽ തന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫക്റ്റീവ് ഡെപ്താണ്, സ്മോൾ ലെറ്റർ D ആണ്. അപ്പോൾ സ്മോൾ ലെറ്റർ Dനെ ക്യാപിറ്റൽ D ആക്കി മാറ്റണമെങ്കിൽ ക്യാപിറ്റൽ D = D + D' എന്നുള്ളതാണ് അല്ലേ.
അതായത് എഫക്റ്റീവ് കവർ നമുക്ക് വേണം. അപ്പോൾ എഫക്റ്റീവ് കവർ നമുക്ക് ക്വസ്റ്റിൽ തരാത്തത് കൊണ്ട് നമുക്ക് അസ്യൂം ചെയ്യാം. ഇൻ കേസ് എന്തെങ്കിലും ഡാറ്റ നിങ്ങൾക്ക് ക്വസ്റ്റിൽ മിസ്സിംഗ് ആണെങ്കിൽ അസ്യൂം ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ എഫക്റ്റീവ് കവർ അസ്യൂം ചെയ്തെടുക്കുകയാണ്. അസ്യൂം എഫക്റ്റീവ് കവർ ഈസ് ഈക്വൽ ടു 50 mm, അതായത് ഡി ഡാഷ് ഈസ് ഈക്വൽ ടു 50 mm ഞാൻ അസ്യൂം ചെയ്തു. അപ്പോൾ ഓവറോൾ ഡെപ്ത് ക്യാപിറ്റൽ ഡി ഈസ് ഈക്വൽ ടു ഡി പ്ലസ് ഡി ഡാഷ്, അതായത് സ്മോൾ ലെറ്റർ ഡി എന്ന് പറയുന്ന 400 ആയിരുന്നു. അപ്പോൾ 400 + 50 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 450 mm കിട്ടും. ഇനി സൾഫേറ്റ് ഓഫ് ദ ബീം UDL കറസ്പോണ്ടിങ് ആയിട്ട് 25 × B × D. അതിൽ 25 എന്ന് പറയുന്നത് കോൺക്രീറ്റിൻ്റെ യൂണിറ്റ് വെയിറ്റ് ആണ്. RCCൻ്റെ യൂണിറ്റ് വെയിറ്റ് ആണ് 25 kN/m³ ഇൻറ്റു B × D. അത് ഇപ്പം 25 kN/m³ ആയതുകൊണ്ട് ബിയും ഡിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് മീറ്ററിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ 25 × B എന്ന് പറയുന്നത് 300 mm ആണ്. അപ്പോൾ 0.3 മീറ്റർ ഇൻറ്റു ഡി എന്ന് പറയുന്നത് 450 mm ആണ്. അപ്പം 0.45 മീറ്റർ. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3.375 kN/m എന്ന് പറഞ്ഞ് കിട്ടും ഡെഡ് ലോഡ്. ഓക്കെ, 3.375 kN/m. ഇനി എന്ത് ചെയ്യണം? ഇതിനെ ലൈവ് ലോഡുമായിട്ട് ആഡ് ചെയ്യണം. ലൈവ് ലോഡ് ഈസ് ഈക്വൽ ടു 10 kN/m. അപ്പോൾ ടോട്ടൽ ലോഡ് W ഈസ് ഈക്വൽ ടു ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 3.375 + 10. സോൾവ് ചെയ്താൽ 13.375 kN/m എന്ന് കിട്ടും. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? ഡിസൈൻ ലോഡാക്കി മാറ്റണം അല്ലേ ഈ ടോട്ടൽ ലോഡിനെ. അതായത് ഫാക്ടർ ലോഡ് ഓർ ഡിസൈൻ ലോഡ് ഈസ് ഈക്വൽ ടു പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ 1.5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. 1.5 × 13.375 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസൈൻ ലോഡ് നമുക്ക് കിട്ടും. WU ഈസ് ഈക്വൽ ടു 20.0625 kN/m. ഓക്കെ, അപ്പം ഡിസൈൻ ലോഡ് നമുക്കായി, WU ആയി. അപ്പോൾ WU കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കാമല്ലോ, ഡിസൈൻ ഷിയർ ഫോഴ്സ്. അപ്പം VU വാല്യൂ കണ്ടുപിടിക്കുക. നമുക്ക് ടോവി ആണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടോവി കിട്ടണമെങ്കിൽ VU/BD എന്നുള്ള ഇക്വേഷൻ. അപ്പം VU ആണ് നമുക്ക് വേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റെപ്പുകളൊക്കെ ചെയ്തത്. അപ്പോൾ സ്റ്റെപ്പ് 2 ഡിസൈൻ ഷിയർ ഫോഴ്സ് VU ഈസ് ഈക്വൽ ടു WUL/2. അപ്പോൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ WU എന്ന് പറയുന്നത് 20.0625 × L5/2 സോൾവ് ചെയ്താൽ 50.156 kN എന്ന് പറഞ്ഞ് കിട്ടും. VU നമുക്ക് കിട്ടി. ഇനി സ്റ്റെപ്പ് 3 നോമിനൽ ഷിയർ സ്ട്രെസ് ടോവി കണ്ടുപിടിക്കാൻ പോവുകയാണ്. ടോവി ഈസ് ഈക്വൽ ടു VU/BD എന്നാണ് ഇക്വേഷൻ. അപ്പം VU എന്നുള്ളതിനെ ഞാൻ ന്യൂട്രലിലേക്ക് മാറ്റി 50.156 × 10⁻³ B300 D400. ഓക്കെ, ഈ സോൾവ് ചെയ്താൽ 0.4179 Nm/mm² എന്ന് പറഞ്ഞ് കിട്ടും ടോവി വാല്യൂ. ഇനി ഞാൻ സ്റ്റെപ്പ് 4ലേക്ക് പോവാണ്. ടോവിയും ടോസിമാക്സും കമ്പയർ ചെയ്യാം. സ്റ്റെപ്പ് 4 കമ്പയർ ടോവി ആൻഡ് ടോസിമാക്സ്. ടോസിമാക്സ് ടേബിൾ 20 എടുത്തു കഴിഞ്ഞാൽ M20 ഗ്രേഡ് കോൺക്രീറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ടോസിമാക്സിൻ്റെ വാല്യൂ 2.8 Nm/mm² ആണ്. അപ്പോൾ അത് കിട്ടി. ഇനി ടോവിയും ടോസിമാക്സും കമ്പയർ ചെയ്യുമ്പം 0.4179 Nm/mm² എന്നുള്ളത് 2.8 Nm/mm² കുറവാണ്. ഓക്കെ, 0.4179 ലെസ് ദാൻ 2.8 Nm/mm². അതായത് ടോവി ഈസ് ലെസ് ദാൻ ടോസിമാക്സ്. അപ്പോൾ ടോവി ലെസ് ദാൻ ടോസിമാക്സ് ആയതുകൊണ്ട് സെക്ഷൻ റീഡിസൈൻ ചെയ്യേണ്ട കാര്യമില്ല അല്ലേ. ഹെൻസ് ദ സെക്ഷൻ ഈസ് അഡക്വേറ്റ്. അപ്പോൾ സെക്ഷൻ അഡക്വേറ്റ് ആണ് ഈ ഒരു പർട്ടിക്കുലർ സ്ട്രെസ്സിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി സ്റ്റെപ്പ് 5ലേക്ക് പോവാം. അപ്പോൾ ടോവി ടോസിമാക്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് കമ്പയർ ചെയ്തു. അപ്പം റീഡിസൈൻ ചെയ്യേണ്ട സെക്ഷൻ അഡക്വേറ്റ് എന്നുള്ള രീതി കിട്ടി. ഇനി ടോവിയും ടോസിയും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഏത് രീതിയിലാണ് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്നുള്ള കണ്ടുപിടിക്കണം. അതായത് ഷിയർ ഡിസൈൻ ചെയ്തിട്ടാണോ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻ്റ് ആണോ പ്രൊവൈഡ് ചെയ്യേണ്ടതെന്നുള്ള കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് നമുക്ക് ടോസി വാല്യൂ വേണം. അപ്പോൾ അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ടോസി. ആദ്യം പെർസെൻറ്റേജ് കണ്ടുപിടിക്കാം. PT ഈസ് ഈക്വൽ ടു 100 AST/BD എന്നുള്ളതാണ് ഇക്വേഷൻ. അപ്പോൾ 100 × AST 942.48 ഡിവൈഡഡ് ബൈ 300 × 400 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 0.785% എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, ഫ്രം ടേബിൾ 19 we have to find out the value of TOSI corresponding to PT is equal to 0.785% and grade of concrete is equal to M20. ഇപ്പോൾ M20 ഗ്രേഡിന് കറസ്പോണ്ടിങ് ആയിട്ട് പെർസെൻറ്റേജ് 0.785 വരുമ്പോൾ ഉള്ള ടോസി വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് അങ്ങനെ ഒരു വാല്യൂ ഇല്ലാത്തത് കൊണ്ട്, ഓക്കെ, പെർസെൻറ്റേജ് 0.785 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഡയറക്റ്റ് കോഡിൽ നിന്ന് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ കോഡ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് 0.75ൻ്റെത് 0.56 എന്ന് പറഞ്ഞ് കിട്ടും. 0.75% കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോസി വാല്യൂ 0.56 Nm/mm² എന്ന് പറഞ്ഞ് കിട്ടും. അതേപോലെ 1% ഓഫ് ടെൻഷൻ സ്റ്റീലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോസി വാല്യൂ എന്ന് പറയുന്ന 0.62 എന്ന് പറഞ്ഞ് കിട്ടും.
ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇൻ്റർപോളേഷൻ ചെയ്ത് കണ്ടുപിടിക്കാം. അപ്പം ബൈ ഇൻ്റർപോളേഷൻ്റെ ഫിഗർ ഇതാണ്. 0.75 കറസ്പോണ്ടിങ് ആയിട്ട് 0.56, 1 കറസ്പോണ്ടിങ് ആയിട്ട് 0.62. അപ്പം 0.785%-ൻ്റെ ടോസി വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. അപ്പം 0.75-ൻ്റെയും 1-ൻ്റെ ഇടയ്ക്ക് ഞാൻ 0.785 വാല്യൂ മാർക്ക് ചെയ്തു. ഓക്കെ, ഈ രീതിയിൽ ഫിഗർ വരച്ചു. അപ്പോൾ ടോസി വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ എത്രയായിരിക്കും? 0.56 പ്ലസ് എക്സ് ആയിരിക്കും അല്ലേ. അപ്പം 0.56 പ്ലസ് എക്സ്. അപ്പോൾ എക്സ് വാല്യൂ ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ്. ബൈ സിമിലർ ട്രയാങ്കിൾ എക്സ് ഡിവൈഡഡ് ബൈ 0.785 മൈനസ് 0.75. അതായത് ഇവിടെയുള്ള ചെറിയ ട്രയാങ്കിൾ ആദ്യം കൺസിഡർ ചെയ്തു. ചെറിയ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എക്സ് ആണ്. എക്സ് ഡിവൈഡഡ് ബൈ എൻ്റെ ബേസ് എന്ന് പറയുമ്പോൾ 0.785 മൈനസ് 0.75. ഇനി വലിയ ട്രയാങ്കിൾ 0.62 മൈനസ് 0.56 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.75. ഓക്കെ, അപ്പോൾ അത് സോൾവ് ചെയ്യും. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 8.4 ഇൻറ്റു 10⁻³ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. അപ്പോൾ ടോസി വാല്യൂ ഈസ് ഈക്വൽ ടു 0.56 പ്ലസ് 8.4 ഇൻറ്റു 10⁻³. അപ്പോൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 0.5684 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ ടോസി വാല്യൂ ഈസ് ഈക്വൽ ടു 0.5684 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. ഇനി ഞാൻ ടോസി വാല്യൂവും ടോവി വാല്യൂവും തമ്മിൽ കമ്പയർ ചെയ്യാൻ പോവുകയാണ്. സ്റ്റെപ്പ് 6, കമ്പയർ ടോവി ആൻഡ് ടോസി. അപ്പോൾ ടോവി വാല്യൂ നിങ്ങൾക്ക് അറിയാം 0.4179 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ ആണെന്നുള്ളത്. ടോസി വാല്യൂ നമുക്ക് കിട്ടി 0.5684 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ. അപ്പം ഇതിലേതാ ചെറുത്? 0.4179 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ ലെസ് ദാൻ 0.5684 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ. അതായത് ടോവി ഈസ് ലെസ് ദാൻ ടോസി ആണ് ഇവിടെ. അപ്പോൾ ടോവി ലെസ് ദാൻ ടോസി ആയതുകൊണ്ട് അവിടെ നമ്മൾ എങ്ങനെയാണ് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാം? മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്താൽ മതി അല്ലേ. ദെയർഫോർ മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഈസ് റിക്വയർഡ്. ഇപ്പോൾ സ്റ്റെപ്പ് 7, മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ്. ഇപ്പം ടോവി ഗ്രേറ്റർ ദാൻ ടോസിയാണ് വന്നതെങ്കിൽ നമുക്ക് അവിടെ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസൈൻ ചെയ്യണമെന്ന് പറഞ്ഞ് വരുമായിരുന്നു അല്ലേ. നമ്മളവിടെ കമൻറ്റ് ചെയ്യുമായിരുന്നു ഷിയർ ഡിസൈൻ ചെയ്തിട്ടാണ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്റ്റെപ്പ് 7 എന്ന് പറയുന്നത് ഡിസൈൻ ഓഫ് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് വന്നേനെ. ഓക്കെ, ഇവിടെ മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. അപ്പോൾ മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് കോഡിൽ പേജ് നമ്പർ 48-ൽ ക്ലോസ് 26.5.1.6-ലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഇക്വേഷൻ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇക്വേഷൻ ഇങ്ങനെയാണ്: ASV ബൈ BSV ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0.4 ഡിവൈഡ് ബൈ 0.87 FI. അപ്പോൾ ഇത് നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൽ എത്ര ഡയാ സ്റ്റിറപ്പ് അസ്യൂം ചെയ്യും, എത്ര ഡൈ ആണ് സ്റ്റിറപ്പിന് വേണ്ടതെന്നുള്ളത് നമ്മളാണ് അസ്യൂം ചെയ്യുന്നത്. അതുപോലെ തന്നെ എത്ര ലെഗ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ASV കിട്ടുക. ASV എന്ന് പറയുന്നത് ഏരിയ ഓഫ് സ്റ്റിറപ്പ് ലെഗ്സ് ആണ്. B എന്ന് പറയുന്നത് ബ്രെഡ്ത്ത് ഓഫ് ദ റെക്ടാങ്കുലർ സെക്ഷൻ ആണ്. അപ്പം B നമുക്ക് കിട്ടും. SV നമുക്ക് അൺനോൺ ആയിരിക്കും. FY വാല്യൂ നമുക്ക് ഓൾറെഡി അവൈലബിൾ ആണ്, അതായത് നമ്മൾ അസ്യൂം ചെയ്യുന്ന സ്റ്റീൽ. അപ്പോൾ നമുക്കത് സിറപ്പായിട്ട് കൊടുക്കുന്നത് 415-ൽ കൂടാൻ പാടില്ല എന്ന് കോഡ് പറയുന്നുണ്ട്. അപ്പോൾ 415 തന്നെ നമുക്ക് അസ്യൂം ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ SV വാല്യൂ അൺനോൺ ആയിരിക്കും. SV വാല്യൂ നമ്മൾ സോൾവ് ചെയ്ത് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ASV വേണം. ASV കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അസ്യൂം ചെയ്യാണ്. ഞാൻ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്ന ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഡയ 8 mm ആണെന്നും അത് 2 ലെഗ്ഡ് ആണെന്നുള്ളത് ഞാൻ അസ്യൂം ചെയ്യാണ്. ഇപ്പോൾ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷനാണ് നമ്മുടെ ബീം വരുന്നത് അല്ലേ. അപ്പോൾ സ്റ്റിറപ്പ് നമ്മൾ റെക്ടാങ്കുലറായിട്ട് പ്രൊവൈഡ് ചെയ്യുമ്പോൾ വെർട്ടിക്കലായിട്ട് റെക്ടാങ്കുലറായിട്ട് പ്രൊവൈഡ് ചെയ്യുമ്പോൾ 2 ലെഗ് വരും എന്തായാലും. അപ്പോൾ 2 ലെഗ്ഡ് സ്റ്റിറപ്പ് തന്നെയാണ് വരിക. ഓക്കെ, നമ്മൾ അഡീഷണലി ഇപ്പം പ്രൊവൈഡ് ചെയ്യുന്നില്ല, 2 ലെഗ്ഡ് സ്റ്റിറപ്പ് മതി. അപ്പോൾ അത് വെച്ചിട്ട് എത്ര സ്പേസിങ് വരും എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ 6 mm ഡയാ സ്റ്റിറപ്പ് അസ്യൂം ചെയ്യാം, അല്ലെങ്കിൽ 10 mm ഡയാ സ്റ്റിറപ്പ് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ അസ്യൂം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന സ്പേസിങ്ങിൻ്റെ വാല്യൂ ഡിഫറൻ്റ് ആയിരിക്കും. 6 mm കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടിയ സ്പേസിങ് ആയിരിക്കില്ല 8 mm കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്നത്. അതുപോലെ 10 mm വേറെ സ്പേസിങ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിലാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ ഞാനിവിടെ അസ്യൂമിങ് 8 mm ഡയാ 2 ലെഗ്ഡ് സ്റ്റിറപ്പ് ASV ഈസ് ഈക്വൽ ടു, അപ്പം സ്റ്റിറപ്പ് ലെഗിൻ്റെ ഏരിയ ആണ് ASV എന്ന് പറയുന്നത് അല്ലേ, ക്രോസ് സെക്ഷൽ ഏരിയ. അപ്പോൾ 8 mm ഡയ യൂസ് ചെയ്യുമ്പോൾ 8 mm ഡയാ ബാറിൻ്റെ ക്രോസ് സെക്ഷൽ ഏരിയ എന്ന് പറയുമ്പം π × 8² ഡിവൈഡ് ബൈ 4 ആണ്. അപ്പോൾ 2 ലെഗ് ഉള്ളതുകൊണ്ട് 2 ലെഗിൻ്റെ ക്രോസ് സെക്ഷൽ ഏരിയയും കൂടി വരും അല്ലേ. അപ്പോൾ ASV ഈസ് ഈക്വൽ ടു 2 × π × 8² ഡിവൈഡ് ബൈ 4 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ASV ഈസ് ഈക്വൽ ടു 100.53 mm² എന്ന് പറഞ്ഞു കിട്ടും. ഫ്രം ക്ലോസ് 26.5.1.6 ASV ബൈ BSV ഈസ് ഗ്രേറ്റർ ദാൻ 0.4 ഡിവൈഡ് ബൈ 0.87 FI. ഇതാണ് ക്ലോസ് 26.5.1.6-ൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് SV വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ SV വാല്യൂ കറസ്പോണ്ടിങ് ആയിട്ട് ഇക്വേഷൻ മാറ്റിയാൽ നമുക്ക് ഈ RHSലുള്ള ഡിനോമിനേറ്റർ 0.87 FI എന്നുള്ളതിനെ
LHSലേക്ക് കൊണ്ടുവന്നാൽ ടോപ്പിലേക്ക് വരും അല്ലേ. അപ്പോൾ ASV ഇൻറ്റു 0.87FI എന്നാവും LHSലെ ന്യൂമറേറ്റർ. ഇനി ഇപ്പുറത്ത് RHSലുള്ള 0.4 എന്ന് പറയുന്ന ന്യൂമറേറ്റർ വാല്യൂവിനെ LHSലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ 0.4 ഇൻറ്റു BSV എന്ന് വരും. അപ്പം 0.4 ഇൻറ്റു BSVയിൽ SV ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ താഴെയുള്ള SV RHSലേക്ക് വരും, ടോപ്പിലേക്ക് വരും. അപ്പോൾ നമുക്ക് ഈ താഴെ കാണുന്ന രീതിയിലൊരു ഇക്വേഷനായി മാറും. ASV ഇൻറ്റു 0.87FI ഡിവൈഡ് ബൈ 0.4 ഇൻറ്റു B ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു SV എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ നേരെ തിരിച്ച് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ SV ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ASV ഇൻറ്റു 0.87FI ഡിവൈഡ് ബൈ 0.4 ഇൻറ്റു B എന്നുള്ള രീതിയിലാണ് ഇക്വേഷൻ വരുന്നത്. അപ്പോൾ SV ഈസ് ലെസ് ദാൻ ASV ഇൻറ്റു 0.87FI ഡിവൈഡ് ബൈ 0.4 ഇൻറ്റു B. അപ്പോൾ SV ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 100.53 ഇൻറ്റു 0.87 ഇൻറ്റു 415FI ഡിവൈഡഡ് ബൈ 0.4 ഇൻറ്റു B 300 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ SV ഈസ് ഈക്വൽ ടു 302.469 mm എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ 302 പോയിൻറ്റ് സംതിങ് വന്നതുകൊണ്ട് ഞാൻ അതിനെ റൗണ്ട് ചെയ്തിട്ട് 300 ആക്കുകയാണ്. SV ഈസ് ഈക്വൽ ടു 300 mm. ഓക്കെ, അപ്പോൾ ഒരിക്കലും നമ്മൾ റൗണ്ട് ചെയ്യുമ്പം കൂടിയ വാല്യൂ വെച്ച് റൗണ്ട് ചെയ്യരുത്. 305 എന്നോ 310 എന്ന് പറഞ്ഞിട്ടോ റൗണ്ട് ചെയ്യരുത്. കാരണം സ്പേസിങ് കുറയുമ്പോഴാണ് സ്ട്രക്ചർ സേഫ് ആവുന്നത് അല്ലേ. കുറച്ചും കൂടി കൂടുതൽ സേഫ്റ്റി വരുന്നത് സ്പേസിങ് കുറയുമ്പോഴാണ്. അതായത് ഇപ്പോൾ 1 മീറ്റർ ലെങ്ത്ത് എടുത്തു കഴിഞ്ഞാൽ 1 മീറ്റർ ലെങ്ത്തിൽ സ്പേസിങ് കൂടുതൽ നമ്മൾ സ്റ്റീൽ കൊടുക്കുകയാണെങ്കിൽ അവിടെ സ്റ്റീലിൻ്റെ എമൗണ്ട് കുറവായിരിക്കും ആ 1 മീറ്ററിൽ വരുന്നത്. എന്നാൽ സ്പേസിങ് കുറവാണെങ്കിൽ ആ 1 മീറ്ററിൽ തന്നെ നമുക്ക് കൂടുതൽ സ്റ്റീൽ കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി സ്പേസിങ് കുറയുമ്പം AST കൂടും, സ്പേസിങ് കുറയുമ്പം AST കൂടും. അതേപോലെ സ്പേസിങ് കൂടുമ്പോൾ AST കുറയും. അപ്പോൾ AST കൂടുതലുള്ളപ്പോഴാണ് കൂടുതൽ സേഫ്റ്റി വരുന്നത് അല്ലേ. അപ്പം ഇവിടെ നമ്മൾ റൗണ്ട് ചെയ്യുമ്പം സ്പേസിങ്ങിൻ്റെ കേസിൽ റൗണ്ട് ചെയ്യുമ്പം കുറച്ചിട്ടേ റൗണ്ട് ചെയ്യാൻ പാടുള്ളൂ. 302 പോയിൻറ്റ് സംതിങ് വന്നാൽ 300 ആയിട്ട് റൗണ്ട് ചെയ്യണം, 310 ആയിട്ട് റൗണ്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ SV ഞാനിവിടെ SV ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു അല്ലെങ്കിൽ SV ഈക്വൽ ടു 300 mm എന്ന് പറഞ്ഞ് ഞാൻ എടുത്തു. ആ സ്പേസിങ് നമ്മൾ ഉറപ്പിക്കാൻ ആയിട്ടില്ല, ഇനി ചെക്കും കൂടിയും ചെയ്തിട്ടേ ഉറപ്പിക്കാൻ പാടുള്ളൂ. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്പർ 8 ചെക്ക് ഫോർ മാക്സിമം സ്പേസിങ്. അപ്പോൾ പേജ് നമ്പർ 47 പറയുന്നുണ്ട് അല്ലേ. ലാസ്റ്റിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അവിടെ പറയുന്നത് 0.75 ഡിനേക്കാളും വെർട്ടിക്കൽ സ്റ്റിറപ്പാണ് കൊടുക്കുന്നതെങ്കിൽ സ്പേസിങ് കൂടാൻ പാടില്ല. അതുപോലെ 300 mm കൂടാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ മിനിമം ക്രൈറ്റീരിയ പ്രകാരമല്ലേ നമ്മൾ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് കണ്ടുപിടിക്കുന്നുണ്ട്. ആ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള SV 1, പിന്നെ 0.75D 300. ഇതിലേതാണോ ചെറുത് ആ വാല്യൂവിനേക്കാളും ഒരിക്കലും സ്പേസിങ് കൂടാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, ദ സ്പേസിങ് ഷുഡ് ബി മിനിമം ഓഫ് ദ ഫോളോയിങ്. അതായത് ഇനി താഴെ പറയാൻ പോകുന്നതിൽ മിനിമം ആയിരിക്കണം സ്പേസിങ്, അല്ലെങ്കിൽ ഈ മിനിമത്തിനേക്കാളും കുറവായിരിക്കണം. അപ്പോൾ ഒന്നാമത്തത് നമുക്കിപ്പോൾ SV എന്നുള്ള ആ ഇക്വേഷനിൽ സോൾവ് ചെയ്ത് കിട്ടിയത് മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ക്രൈറ്റീരിയ പ്രകാരം കിട്ടിയ SV അത് 300 ആണ്. രണ്ടാമത്തത് 0.75 ഇൻറ്റു D എന്ന് പറയുന്നത് 400 mm ആണ്. അപ്പോൾ അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 300 mm കിട്ടും. മൂന്നാമത്തത് 300 mm കൂടാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മൂന്നാമത്തെ 300. ഈ മൂന്നിൽ ഏതാണോ ചെറുത് അതാണ് നമ്മൾ സ്പേസിംഗ് ആയിട്ട് അഡോപ്റ്റ് ചെയ്യേണ്ടത്. അതായത് ഈ മൂന്നെണ്ണത്തിൽ ചെറുതോ അല്ലെങ്കിൽ അതിനേക്കാളും കുറവ് വരുന്ന വാല്യൂ വേണം നമ്മൾ സ്പേസിംഗ് ആയിട്ട് അഡോപ്റ്റ് ചെയ്യാൻ. അപ്പോൾ ഇതിൽ എല്ലാം 300 ആയതുകൊണ്ട് ഞാൻ 300 എന്ന സ്പേസിംഗ് എടുക്കാൻ പോവാണ്. Therefore adopt 300 mm as maximum spacing. ഓക്കെ, അപ്പോൾ 300 mm ഞാൻ മാക്സിമം സ്പേസിംഗ് ആയിട്ട് എടുത്തു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? സിറപ്പിൻ്റെ ഡിസൈൻ കിട്ടി. ഡിസൈൻ കഴിഞ്ഞു, അതായത് സിറപ്പ് പ്രൊവൈഡ് ചെയ്യേണ്ട ഡീറ്റെയിൽസ് എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത് 8 mm ഡയമീറ്ററുള്ള 2 ലെഗ്ഡ് ആയിട്ടുള്ള സിറപ്പാണ് ഞാൻ കൊടുക്കുന്നത്, വെർട്ടിക്കൽ സിറപ്സ്. ഓക്കെ, അതിൻ്റെ സ്പേസിംഗ് എന്ന് പറയുന്നത് 300 mm സ്പേസിങ്ങിൽ കൊടുക്കണം. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ ഈ രീതിയിൽ സിറപ്സ് പ്രൊവൈഡ് ചെയ്താൽ സ്ട്രക്ചർ ഷിയറിൻ്റെ കേസിൽ സേഫ് ആയിരിക്കും എന്നാണ് ഞാനിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഓക്കെ, ഹെൻസ് പ്രൊവൈഡ് 8 mm ഡയ 2 ലെഗ്ഡ് വെർട്ടിക്കൽ സിറപ്സ് അറ്റ് 300 mm സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്. ഇങ്ങനെ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ പ്രോബ്ലം കഴിഞ്ഞു. ഇനി കണ്ടുപിടിച്ച ഫിഗറും കൂടി ഒന്ന് വരയ്ക്കാം. ഇതാണ് നമ്മുടെ ഫിഗർ. ബ്രെഡ്ത്ത് 300 mm, ഡെപ്ത്ത് ഓവറോൾ ഡെപ്ത്ത് 450 mm, എഫക്റ്റീവ് ഡെപ്ത്ത് നമ്മൾ എഫക്റ്റീവ് കവർ നമ്മൾ അസ്യൂം ചെയ്തത് 50 mm ആണ്. അപ്പോൾ ആ 50 mm മാർക്ക് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് എഫക്റ്റീവ് ഡെപ്ത്ത് നമുക്ക് അറിയാൻ പറ്റും. 450 - 50 400 mm ആണ് എഫക്റ്റീവ് ഡെപ്ത്ത് വരുന്നത്. അതേപോലെ ടോപ്പിൽ 2 റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ കംപ്രഷൻ സോണിൽ കൊടുക്കും. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒന്നും, അതായത് ഡിസൈൻ ചെയ്തിട്ടുള്ള അല്ലാത്തതുകൊണ്ട് കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ മിനിമം ബാസ് അവിടെ കൊടുക്കും. അതിനെ ഹാങ്കർ ബാസ് എന്നാണ് പറയുക. അപ്പോൾ ടോപ്പിൽ 2 ബാർ ഞാൻ ഹാങ്കർ ബാസ് മാർക്ക് ചെയ്തു. ആ സ്റ്റിറപ്പ്
സിറപ്പ് അതിലൂടെയാണ് ചുറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഹാങ്കർ ബാസ് ടോപ്പിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് 2 എണ്ണം. പിന്നെ ബോട്ടത്തിൽ നമുക്ക് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് 3 numbers of 20 mm ഡയമീറ്റർ ബാസ്. അപ്പോൾ 3 ബാസ് ഞാൻ ബോട്ടത്തിൽ കാണിച്ചു സിറപ്പിൻ്റെ അകത്ത്. അപ്പോൾ അത് മാർക്ക് ചെയ്തു. അതുപോലെ ഇനി മാർക്ക് ചെയ്യുന്നതാണ് നമ്മുടെ മെയിൻ അല്ലേ, സിറപ്പ് എന്ന് പറയുന്നത് ഈ ചുറ്റി പോകുന്നതാണ്. അപ്പോൾ അത് 8 mm ഡയാ 2-legged സിറപ്സ് അറ്റ് 300 mm സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ്. അപ്പോൾ ഞാനിവിടെ ഡിസൈൻ ചെയ്ത് കണ്ടുപിടിച്ച കാര്യം ഇവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എല്ലാ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാലും, ഡിസൈനിൻ്റെ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാലും ഫിഗർ വരയ്ക്കണം. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് സോണിൽ നിങ്ങൾക്ക് ലെഫ്റ്റ് എൻഡിൽ 2 പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന കാണാം അല്ലേ. ആ ലെഫ്റ്റ് സൈഡിലുള്ള ആ റീഇൻഫോഴ്സ്മെൻറ്റ് അവിടെ നിന്ന് പ്രൊജക്റ്റ് ചെയ്ത് താഴോട്ട് നിൽക്കുന്ന കാണാം. അത് നമ്മൾ കൊടുക്കുന്ന സിറപ്പിൻ്റെ എൻഡ്സാണ്. അതായത് ഇപ്പം ഒരെൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഒരു പൊസിഷനിൽ തന്നെ വന്നിട്ടാണ് അവസാനിക്കുന്നത്. ആ എൻഡും അതുപോലെ തന്നെ സ്റ്റാർട്ടും ആ ഒരു പർട്ടിക്കുലർ റീഇൻഫോഴ്സ്മെൻറ്റിനെ ചുറ്റിയിട്ടാണ് വരുന്നത്. ഓക്കെ, അതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ മതി. അതായത് ആ താഴെയുള്ള, ഇപ്പം ഞാൻ ഇങ്ങനെ പറയാം, അതായത് താഴെയുള്ള ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ്, അതായത് ടോപ്പിലെ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ അവിടെ താഴെയുള്ളതാണ് സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്ന് വിചാരിച്ചു. അപ്പോൾ അത് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ടുവേർഡ്സ് റൈറ്റിലേക്ക് ഇങ്ങനെ പോയി ഹാങ്കർ ബാറിനെ ചുറ്റി താഴോട്ട് വന്ന് താഴെയുള്ള 3 റീഇൻഫോഴ്സ്മെൻറ്റിനെയും ചുറ്റി മേലോട്ട് വന്ന് ആ ടോപ്പിലുള്ള ആ എൻഡിൽ ആ റീഇൻഫോഴ്സ്മെൻറ്റിനെ ചുറ്റി ടോപ്പിലൂടെ വന്ന് എൻഡ് ചെയ്യുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ ഫിഗർ വരയ്ക്കണം. അപ്പോൾ അതിൽ ആ എൻഡ് പോർഷൻ, ആ സിറപ്പിൻ്റെ എൻഡും നിങ്ങൾ ഫിഗറിൽ കാണിക്കണം. ഓക്കെ, അത് നമ്മൾ കംപ്രഷൻ സോണിലാണ് പ്രൊവൈഡ് ചെയ്യുക, അതായത് ന്യൂട്രൽ ആക്സിസിൻ്റെ മേലെ. അപ്പോൾ അത് നിങ്ങൾക്ക് ഇപ്പുറത്ത് വേണമെങ്കിലും കൊടുക്കാം, അതായത് RHSലും കൊടുക്കാം. ഈ റൈറ്റ് സൈഡിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം. അതായത് റൈറ്റ് സൈഡിൽ ടോപ്പിൽ ഇതേപോലെ നിങ്ങൾക്ക് എൻഡ് പോർഷൻ കാണിക്കാം. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണിക്കണമെന്നില്ല. ഓക്കെ, അപ്പോൾ അത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം. എന്നാൽ ഒരിക്കലും അത് ടെൻഷൻ സോണിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യില്ല. എപ്പോഴും അത് കംപ്രഷൻ സോണിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ഞാൻ മാർക്ക് ചെയ്ത പോലെ തന്നെ വരച്ചാൽ മതി. ആ എൻഡ് പോർഷൻസ് കാണിക്കണം ഇതിൻ്റെ അകത്ത് ഫിഗറിൽ. ഓക്കെ, അപ്പോൾ നീറ്റായിട്ട് നിങ്ങൾ പെൻസിലും സ്കെയിലും വെച്ചിട്ട് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിഗർ വരയ്ക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. എ റെക്ടാങ്കുലർ സിംപ്ലി സപ്പോർട്ടഡ് ബീം 350 mm by 600 mm has an effective span of 6 meter. It carries a uniformly distributed load of 60 kN per meter including its own weight. The steel at tension side is 4 numbers of 32 mm diameter bars which are continued to the support. Assuming M25 concrete and Fe 415 steel and an effective cover of 50 mm, design the vertical stirrups. അപ്പോൾ ഇതിലും നമുക്ക് സ്റ്റിറപ്സ് ഡിസൈൻ ചെയ്യാൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മുന്നേ ചെയ്ത പോലെ തന്നെ ടോവി വാല്യൂ, ടോസി മാക്സ് വാല്യൂ, ടോസി വാല്യൂ, ഈ 3 വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരിക. ടോവി ഗ്രേറ്റർ ദാൻ ടോസി മാക്സ് വന്നാൽ റീഡിസൈൻ ചെയ്യണം. ടോവി ലെസ് ദാൻ ടോസി വന്നു കഴിഞ്ഞാൽ മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യണം. ടോവി ഗ്രേറ്റർ ദാൻ ടോസി വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഡിസൈൻ ചെയ്യണം. ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസൈൻ ചെയ്തിട്ട് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കണം. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളതെന്നുള്ളത് നോക്കാം. ബി തന്നിട്ടുണ്ട് അല്ലേ, സ്മോൾ ലെറ്റർ ബി 350 mm. ക്യാപിറ്റൽ ഡി ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ക്യാപിറ്റൽ ഡി 600 mm ആണ് തന്നിട്ടുള്ളത് ഓവറോൾ ഡെപ്ത്. കാരണം നമുക്കിവിടെ താഴെ എഫക്റ്റീവ് കവർ തന്നിട്ടുണ്ട്, എഫക്റ്റീവ് കവർ 50 mm തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് 600 mm എന്ന് പറയുന്നത് ഓവറോൾ ഡെപ്താണ്. അപ്പോൾ ഓവറോൾ ഡെപ്ത് എന്ന് ആ തന്നിട്ടുള്ള എഫക്റ്റീവ് കവർ മൈനസ് ചെയ്തിട്ട് വേണം എഫക്റ്റീവ് ഡെപ്ത് സ്മോൾ ലെറ്റർ ഡി എടുക്കാനായിട്ട്. ഓക്കെ, പിന്നെ എഫക്റ്റീവ് സ്പാൻ 6 മീറ്റർ തന്നിട്ടുണ്ട്. എൽ എന്ന് പറയുന്നത് 6 മീറ്റർ. ഇറ്റ് ക്യാരീസ് എ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഓഫ് 60 kN per meter ഇൻക്ലൂഡിങ് ഇറ്റ്സ് ഓൺ വെയ്റ്റ്. അപ്പം യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഓഫ് 60 kN per meter ഇൻക്ലൂഡിങ് ഇറ്റ്സ് ഓൺ വെയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡാണ് 60 kN per meter. WU അല്ല, വെറും W. ഓക്കെ, ഫാക്ടർ ചെയ്യാത്ത ലോഡാണ് 60 kN per meter. അതായത് ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ്, ടോട്ടൽ ലോഡ് ഫാക്ടർ ചെയ്തിട്ടില്ലാത്ത ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡിൻ്റെ വാല്യൂ ആണ് 60 kN per meter. അപ്പം പ്രത്യേകിച്ച് വേറെ ഡെഡ് ലോഡ് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ക്വസ്റ്റനിൽ ഓൾറെഡി ഇൻക്ലൂഡിങ് ഇറ്റ്സ് ഓൺ വെയ്റ്റ് എന്ന് തന്നുകൊണ്ട് ഡെഡ് ലോഡും കൂടി ഇൻക്ലൂഡഡ് ആണ് ഈ 60 kN per meter. ഓക്കെ, അപ്പം W ആണ്, വെറും WU അല്ല, W ആണ് 60 kN per meter. The steel at tension side is 4 numbers of 32 mm diameter bars. അപ്പം ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് AST കണ്ടുപിടിക്കാം.
അല്ലേ? 4 × π × 32 സ്ക്വയർ ഡിവൈഡ് ബൈ 4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് AST കിട്ടും. FCK എന്ന് പറയുന്നത് ഇവിടെ M25 കോൺക്രീറ്റ് ആണ്. FCK 25 Nm/mm² ആണ്. FY എന്ന് പറയുന്നത് 415 Nm/mm² ആണ്. ഓക്കെ, അപ്പോൾ വെർട്ടിക്കൽ സ്റ്റിറപ്പായിട്ടാണ് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ഡിസൈനിലേക്ക് പോവാം. ഗിവൺ ഡാറ്റ എഴുതാം. ഗിവൺ ഡാറ്റ B = 350 mm, ഓവറോൾ ഡെപ്ത് ക്യാപിറ്റൽ D = 600 mm, L = 6 meter, W = 60 kN/m, AST = 4 × π × 32 square divided by 4, that is 3216.9 mm² AST, FCK 25 Nm/mm², FY 415 Nm/mm², D dash is equal to 50 mm. അപ്പോൾ effective depth D is equal to capital D minus D dash, that is 600 minus 50. ഓക്കെ, ചെയ്ത് കഴിഞ്ഞാൽ 550 mm ആണ് നമുക്ക് എഫക്റ്റീവ് ഡെപ്ത് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരത്തെ പോലെ ടോവി വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? VU എന്ന് പറയുന്ന വാല്യൂ വേണം. അപ്പോൾ VU വാല്യൂ നമുക്കിവിടെ ക്വസ്റ്റിൽ തന്നിട്ടില്ല, പകരം ടോട്ടൽ ലോഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ലോഡ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ VU ആക്കി മാറ്റണമെങ്കിൽ ടോട്ടൽ ലോഡിനെ ഫസ്റ്റ് എന്ത് ചെയ്യണം? അതിനെ ഫാക്ടർ ചെയ്യണം, ഡിസൈൻ ലോഡാക്കി മാറ്റണം അല്ലേ? ഡിസൈൻ ലോഡാക്കി മാറ്റിയിട്ട് ഇത് സിംപ്ലി സപ്പോർട്ടഡ് ആയതുകൊണ്ട് WL/2 ആണ് ഷിയർ ഫോഴ്സിൻ്റെ ഇക്വേഷൻ. അപ്പോൾ അത് വെച്ചിട്ട് ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കുക. ഷിയർ ഫോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നോമിനൽ ഷിയർ സ്ട്രെസ് ടോവി വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ സ്റ്റെപ്പ് 1 ഡിസൈൻ ലോഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇവിടെ ടോട്ടൽ ലോഡ് W = 60 kN/m ആണ്. അപ്പോൾ ഡിസൈൻ ലോഡ് WU എന്ന് പറയുന്നത് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ 1.5 × 60, ദാറ്റ് ഈസ് ഈക്വൽ ടു 90 kN/m. ഓക്കെ, ഇനി സ്റ്റെപ്പ് 2 ഡിസൈൻ ഷിയർ ഫോഴ്സ് VU വാല്യൂ കണ്ടുപിടിക്കുകയാണ്. VU = WL/2, ദാറ്റ് ഈസ് ഈക്വൽ ടു W എന്ന് പറയുന്നത് 90 ആണ്. 90 × 6 / 2 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 270 kN എന്ന് പറഞ്ഞ് കിട്ടും. ഇനി സ്റ്റെപ്പ് 3 നോമിനൽ ഷിയർ സ്ട്രെസ് ടോവി വാല്യൂ. ടോവി = VU/BD ആണ്. VU എന്ന് പറയുന്നത് ഞാൻ ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്തു. 270 × 10³ Newton ഡിവൈഡ് ബൈ 350 × 550 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 1.40 Nm/mm² എന്ന് പറഞ്ഞ് കിട്ടും ടോവി വാല്യൂ. ഓക്കെ, ഇനി ടോവി വാല്യൂ നമുക്ക് കിട്ടി, നോമിനൽ ഷിയർ സ്ട്രെസ് വാല്യൂ കിട്ടി. ഇനി ടോവി വാല്യൂയും ടോസി മാക്സും തമ്മിൽ കമ്പയർ ചെയ്യാം. സ്റ്റെപ്പ് 4 കമ്പയർ ടോവി ആൻഡ് ടോസി മാക്സ്. അപ്പോൾ ടോസി മാക്സ് നമുക്ക് ടേബിൾ 20 ന്ന് 3.1 Nm/mm² എന്ന് പറഞ്ഞ് കിട്ടും. കാരണം M25 കോൺക്രീറ്റ് ആണ് ഇവിടെ. ഓക്കെ, അപ്പോൾ 25 ഗ്രേഡ് വരുന്ന കോൺക്രീറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോസി മാക്സ് വാല്യൂ 3.1 Nm/mm² ആണ്. അപ്പോൾ നമുക്ക് ടോവി വാല്യൂ 1.40 Nm/mm² കിട്ടിയത്. അപ്പോൾ 1.40 Nm/mm² ഈസ് ലെസ് ദാൻ 3.1 Nm/mm². അതായത് ടോവി ഈസ് ലെസ് ദാൻ ടോസി മാക്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്ഷൻ അഡ്വക്കേറ്റ് ആണ്. ഹെൻസ് ദ സെക്ഷൻ ഈസ് അഡ്വക്കേറ്റ്. ഇനി സ്റ്റെപ്പ് 5 ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്. ടോസി വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ പെർസെൻറ്റേജ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. PT = 100 AST/BD. 100 × AST എന്ന് പറയുന്നത് 3216.99 ആണ്. ഡിവൈഡ് ബൈ 350 × 550 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 1.67% കിട്ടും. ഓക്കെ, അപ്പോൾ ടോസി വാല്യൂ ഇനി നമ്മൾ ടേബിൾ 90 നിന്ന് കണ്ടുപിടിക്കണം. പെർസെൻറ്റേജ് 1.67 ആണ്. ഗ്രേഡ് M25 ആണ്. അപ്പോൾ ഇൻ്റർപോളേഷൻ ചെയ്യാം. ബൈ ഇൻ്റർപോളേഷൻ നമുക്ക് 1.67% ഇല്ലാത്തതുകൊണ്ട് ഇൻ്റർപോളേഷൻ ചെയ്യണം. അപ്പോൾ 1.50 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോസി വാല്യൂ എന്ന് പറയുന്നത് 1.50% കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോസി വാല്യൂ എന്ന് പറയുന്നത് 0.74 Nm/mm² ആണ്. 1.75% കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോസി വാല്യൂ എന്ന് പറയുന്നത് 0.78 Nm/mm² ആണ്. M25ൻ്റെ കുളത്തിൽ വേണം നോക്കാൻ. ഓക്കെ, അപ്പോൾ 1.67 എന്ന് പറയുന്നത് 1.50ൻ്റെയും 1.75ൻ്റെ ഇടയ്ക്ക് വരുന്നതാണ്. അപ്പോൾ 1.67 അതിൻ്റെ ഇടയ്ക്ക് മാർക്ക് ചെയ്തു. ഫിഗർ ഈ കാണുന്നത് പോലെ വരച്ചു. അപ്പോൾ ഇവിടെ ടോസി എന്ന് പറയുന്നത് ടോസി = 0.74 + x ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോസി വാല്യൂ കണ്ടുപിടിക്കാം. x / 1.67 - 1.50 = 0.78 - 0.74 ഡിവൈഡ് ബൈ 1.75 - 1.50. സിമിലർ ട്രയാങ്കിൾസിന് അടുത്താണ്. അപ്പോൾ x = 0.0272 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ ടോസി വാല്യൂ = 0.74 + 0.0272 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ടോസി വാല്യൂ 0.7672 Nm/mm² എന്ന് പറഞ്ഞു കിട്ടും. അപ്പോൾ നമുക്ക് ടോസി വാല്യൂ ആയി. ഇനി നമ്മൾ ചെയ്യേണ്ടത്
എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്നുള്ള അറിയാൻ വേണ്ടി ടോ വി വാല്യൂയും ടോ സി വാല്യൂയും തമ്മിൽ കമ്പയർ ചെയ്യണം. ടോ വി ലെസ് ദാൻ ടോ സി ആണെങ്കിൽ മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്താൽ മതി. ടോ വി ഗ്രേറ്റർ ദാൻ ടോ സി ആണെങ്കിൽ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ ഡിസൈൻ ചെയ്യണം. അപ്പോൾ സ്റ്റെപ്പ് 6 കമ്പയർ ടോ വി ആൻഡ് ടോ സി. അപ്പോൾ ടോ വി വാല്യൂ 1.40 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ ആണ്. ടോ സി വാല്യൂ 0.7672 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ ആണ്. അപ്പോൾ ഇതിൽ വലുത് ഏതാണ്? ടോ വി ആണ് വലുത് അല്ലേ. അപ്പോൾ 1.40 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ ഈസ് ഗ്രേറ്റർ ദാൻ 0.7672 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ. അപ്പോൾ ടോ വി ഗ്രേറ്റർ ദാൻ ടോ സി, ഹെൻസ് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഹാവ് ടു ബി ഡിസൈൻഡ്. അപ്പോൾ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ത് ചെയ്യണം? ഡിസൈൻ ചെയ്യണം. ഈ കേസിൽ ടോ വി ലെസ് ദാൻ ടോ സി അല്ലാത്തത് കൊണ്ട് മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്താൽ പോരാ. ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഹാവ് ടു ബി ഡിസൈൻഡ്. ഓക്കെ. സ്റ്റെപ്പ് 7 ഡിസൈൻ ഓഫ് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ്. നമ്മൾ മുന്നത്തെ പ്രോബ്ലത്തിൽ സ്റ്റെപ്പ് 7 മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻ്റ് ആയിരുന്നു വന്നിരുന്നത്. എന്നാൽ ഇവിടെ മിനിമം പോരാ, ഡിസൈൻ ചെയ്തിട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ സ്റ്റെപ്പ് 7 ഡിസൈൻ ഓഫ് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇപ്പം ടോ സി വാല്യൂ ഉണ്ടല്ലോ, അതായത് കോൺക്രീറ്റിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷിയർ സ്ട്രെസ് വാല്യൂ ഉണ്ട്. ഓക്കെ. അപ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഷിയർ ഫോഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം, അതായത് ടോ സി ബി ഡി. അതേപോലെ വി യു വാല്യൂ നമുക്കുണ്ട് ഓൾറെഡി, എക്സ്റ്റേണൽ ലോഡ് കാരണം വരുന്ന ഷിയർ ഫോഴ്സ്. പിന്നെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എത്ര അഡീഷണൽ ഷിയർ ഫോഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റിറപ്സ് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. കാരണം ഈ വി യു ഈ കോൺക്രീറ്റിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടോ സി ബി ഡി എന്ന് പറയുന്ന ഷിയർ ഫോഴ്സിനേക്കാളും എത്ര അഡീഷണൽ ഷിയർ സ്ട്രെസ് എക്സ്റ്റേണൽ ലോഡ് കാരണം വരുന്നുണ്ട്, അല്ലെങ്കിൽ ഷിയർ ഫോഴ്സ് എക്സ്റ്റേണൽ ലോഡ് കാരണം വരുന്നുണ്ട്, ആ ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ സ്റ്റിറപ്സ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കോഡിൽ തന്നെ ഇക്വേഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഡിസൈൻ്റെ സെഷനിലേക്ക് വരുമ്പോൾ. അപ്പോൾ ഷിയർ ഫോഴ്സ് ടു ബി ക്യാരിഡ് ബൈ ദ സ്റ്റിറപ്സ്. അപ്പോൾ എത്ര ഷിയർ ഫോഴ്സ് ആണ് സ്റ്റിറപ്സ് ക്യാരി ചെയ്യേണ്ടതെന്നുള്ള വാല്യൂ കണ്ടുപിടിക്കണം. അത് വി യു എസ് എന്നുള്ളതാണ്. ഓക്കെ. വി യു എസ് ഈസിക്കൽ ടു വി യു മൈനസ് ടോ സി ബി ഡി എന്നുള്ളത് നിങ്ങൾക്ക് കോഡിൽ തന്നിട്ടുണ്ട്. വി യു എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ലോഡ് കാരണം വരുന്ന ഷിയർ ഫോഴ്സ് ആണ്. ടോ സി ബി ഡി എന്ന് പറയുന്നത് കോൺക്രീറ്റിന് ആ സെക്ഷന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷിയർ ഫോഴ്സ് ആണ്. അപ്പോൾ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സെക്ഷനേക്കാളും കൂടുതൽ ഷിയർ ഫോഴ്സ് വന്നതുകൊണ്ടാണല്ലോ, ആ സെക്ഷൻ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷിയർ ഫോഴ്സിനേക്കാളും കൂടുതൽ ഷിയർ ഫോഴ്സ് എക്സ്റ്റേണൽ ലോഡ് കാരണം വന്നതുകൊണ്ടാണല്ലോ നമ്മളിവിടെ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസൈൻ ചെയ്യേണ്ടതായിട്ട് വന്നത്. അപ്പോൾ എത്ര അധികം വന്നിട്ടുണ്ടെന്നുള്ളതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത് വി യു എസ് എന്ന് പറയുന്നത്. ഓക്കെ. ആ കോൺക്രീറ്റ് സെക്ഷൻ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും എത്രയധികം ഷിയർ ഫോഴ്സ് വരുന്നുണ്ട് എക്സ്റ്റേണൽ ലോഡ് കാരണം, എത്ര അഡീഷണൽ ഷിയർ ഫോഴ്സ് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ അതാണ് കണ്ടുപിടിക്കുന്നത്. വി യു എസ് ഈസിക്കൽ ടു വി യു മൈനസ് ടോ സി ബി ഡി. അപ്പോൾ വി യു എസ് ഈസിക്കൽ ടു വി യു എന്ന് പറയുന്നത് നമുക്ക് 270 കിലോ ന്യൂട്ടൺ ആണ്. അപ്പോൾ അതിനെ ന്യൂട്ടണിലേക്ക് മാറ്റി 270 × 10⁻³ മൈനസ് ടോ സി വാല്യൂ 0.7672 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ ആണ്. 0.7672 × 350 × 550. ഓക്കെ. അപ്പോൾ ഇതിനെ നമ്മൾ ന്യൂട്ടണിലാക്കിയത് ടോ സി വാല്യൂ നമുക്ക് ന്യൂട്ടണിലുള്ളത്, ന്യൂട്ടൺ പെർ എം എം സ്ക്വയറിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ന്യൂട്ടണിലേക്ക് ആക്കിയത്. അപ്പോൾ അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വി യു എസ് ഈസിക്കൽ ടു 122,314 ന്യൂട്ടൺ എന്ന് പറഞ്ഞ് കിട്ടും. വി യു എസ് ഈസിക്കൽ ടു 122,314 ന്യൂട്ടൺ, അല്ലെങ്കിൽ 122.314 കിലോ ന്യൂട്ടൺ. അപ്പോൾ നമുക്കിവിടെ ന്യൂട്ടണിൽ തന്നെ വെക്കാം. വി യു എസ് ഈസിക്കൽ ടു 122,314 ന്യൂട്ടൺ. ഇനി വെർട്ടിക്കൽ സിറപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പോവാണ്, അതായത് അതിൻ്റെ സ്പേസിങ് കണ്ടുപിടിക്കാൻ പോവാണ്. ഫോർ വെർട്ടിക്കൽ സിറപ്പ് സ്പേസിങ് ഓഫ് ദ സിറപ്പ് എസ് വി ഈസിക്കൽ ടു. അപ്പോൾ വെർട്ടിക്കൽ സിറപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷനാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കോഡിൽ കാണാനായിട്ട് പറ്റും, പേജ് നമ്പർ 73 ഓക്കെ. അപ്പോൾ വി യു എസ് ഈസിക്കൽ ടു 0.87 FI ASV × D ഡിവൈഡ് ബൈ SV എന്നുള്ളതാണ് ഇക്വേഷൻ. ഇതിൽ നമുക്ക് വി യു എസ് ഇപ്പം നമുക്ക് കിട്ടി. ഓക്കെ. FI വാല്യൂ 415നേക്കാളും കൂടാൻ പാടില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ 415 തന്നെ നമുക്ക് എടുക്കാം. ASV വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കണം, നമ്മൾ അസ്യൂം ചെയ്യണം എത്ര MM ഡയമീറ്ററിൻ്റെ സിറപ്പാണ് കൊടുക്കാൻ പോകുന്നതെന്നുള്ള അസ്യൂം ചെയ്തിട്ട് എത്ര ലെഗാണ് കൊടുക്കുകയെന്ന് അസ്യൂം ചെയ്തിട്ട് ASV വാല്യൂ കണ്ടുപിടിക്കണം. D വാല്യൂ നമുക്കറിയാം, അൺനോൺ ആയിട്ടുള്ള SV മാത്രമേ ഉള്ളൂ. SV നമ്മൾ സോൾവ് ചെയ്യണം. അപ്പോൾ SV ഈസിക്വൽ ടു ഇക്വേഷൻ SV ഈക്വൽ ടു എന്നാക്കി മാറ്റിക്കഴിഞ്ഞാൽ SV ഈക്വൽ ടു 0.87 FI ASV × D ഡിവൈഡ് ബൈ VUS എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ 8 mm ഡയ 2 legged വെർട്ടിക്കൽ സിറപ്സ് അസ്യൂം ചെയ്യാണ്. അസ്യൂമിങ് 8 mm ഡയ 2 legged വെർട്ടിക്കൽ സിറപ്സ് ASV ഈസിക്വൽ ടു 100.53 mm² എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ. 2 × π × 8² ഡിവൈഡ് ബൈ 4 ചെയ്തിട്ടുള്ള വാല്യൂ ആണ്. ഓക്കെ. 100.53 mm². ഇനി ഇക്വേഷനിലേക്ക് ഈ വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക.
നമുക്കറിയുന്ന വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അൺനോൺ ആയിട്ട് എസ് വി മാത്രമേ ഉള്ളൂ. എസ് വി ഇസ് ഈക്വൽ ടു 0.87 ഇൻറ്റു 415 ഇൻറ്റു എ എസ് വി 100.53 ഇൻറ്റു ഡി എന്ന് പറയുന്നത് 550 ഡിവൈഡ് ബൈ വി യു എസ് എന്ന് പറയുന്നത് 122,314. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എസ് വി ഇസ് ഈക്വൽ ടു 163.21 mm എന്ന് പറഞ്ഞു കിട്ടും. അപ്പോൾ അത് ഞാൻ റൗണ്ട് ചെയ്യാണ്. എസ് വി ഇസ് ഈക്വൽ ടു 160 mm. അപ്പോൾ ഇക്വേഷൻ പ്രകാരം പ്രൊവൈഡ് ചെയ്യേണ്ട സ്പേസിംഗ് എന്ന് പറയുന്നത് 160 mm ആണ്. എന്നാൽ ഇത് ഉറപ്പിക്കാൻ പറ്റില്ല അല്ലേ, നമ്മൾ ചെക്ക് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെക്ക് ഫോർ സ്പേസിംഗ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെക്ക് ഫോർ സ്പേസിംഗ്. സ്റ്റെപ്പ് 8 ചെക്ക് ഫോർ മാക്സിമം സ്പേസിംഗ്. ദ സ്പേസിംഗ് ഷുഡ് ബി മിനിമം ഓഫ് ദ ഫോളോയിങ്. അപ്പോൾ ഈ താഴെ പറയാൻ പോകുന്ന ക്രൈറ്റീരിയയിൽ മിനിമം ആയിരിക്കണം സ്പേസിംഗ് വരേണ്ടത്, അതിനേക്കാളും കൂടാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തത് 160 mm. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ഡിസൈൻ്റെ ഇക്വേഷൻ പ്രകാരം കണ്ടുപിടിച്ചിട്ടുള്ള എസ് വി വാല്യൂ. ഓക്കെ, 160 mm എഴുതി. രണ്ടാമത് ഇതിലൊരു അഡീഷണൽ കാര്യം വരുന്നുണ്ട്. അതായത് മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ക്രൈറ്റീരിയ പ്രകാരം എത്രയാണോ സ്പേസിംഗ് വരുന്നത് അതിനേക്കാളും കൂടാൻ പാടില്ല എന്നുമുണ്ട്. ഓക്കെ, അപ്പോൾ സ്പേസിംഗ് അക്കോർഡിംഗ് ടു മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ക്രൈറ്റീരിയ കണ്ടുപിടിക്കണം. അപ്പം പേജ് നമ്പർ 48 നമ്മൾ മുന്നേ ചെയ്ത പ്രോബ്ലം പ്രകാരമുള്ള ഇക്വേഷൻ എസ് വി ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എസ് വി ഇൻറ്റു 0.87 FI ബൈ 0.4B. അപ്പോൾ അതിലെല്ലാ വാല്യൂസും നമുക്കറിയാം. അപ്പോൾ എസ് വി സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 259.25 mm എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ അതിനെ റൗണ്ട് ചെയ്തിട്ട് ഞാൻ എസ് വി ഇസ് ഈക്വൽ 250 mm കൊടുത്തു. അപ്പോൾ ഒന്നാമത്തത് 160 mm, രണ്ടാമത്തത് 250 mm. ഓക്കെ, മൂന്നാമത്തത് 0.75D. 0.75 ഇൻറ്റു ഡി എന്ന് പറയുന്നത് 550 ആണ്. 0.75 ഇൻറ്റു 550 ചെയ്ത് കഴിഞ്ഞാൽ 412.5 mm കിട്ടും. നാലാമത്തത് 300 mm. ഒരു കാരണവശാലും 300 mm കൂടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 4 വാല്യൂസിൽ ഏതാ ചെറുത്? 160, 250, 412.5, 300. അപ്പോൾ ചെറുത് 160 തന്നെയാണ് അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, 160 mm എന്നുള്ളത് മാക്സിമം സ്പേസിംഗ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പോവാണ്. Therefore, adopt 160 mm as maximum spacing. അപ്പോൾ ഞാൻ എൻ്റെ ഡിസൈൻ കൺക്ലൂഡ് ചെയ്യാണ്. Hence provide 8 mm dia 2-legged vertical stirrups at 160 mm center to center spacing. അപ്പോൾ ഈ ഒരു ബീമിൻ്റെ അകത്ത് 8 mm ഡയമീറ്റർ ഉള്ള 2-legged സ്റ്റിറപ്പ് കൊടുത്തു കഴിഞ്ഞാൽ, 2-legged vertical stirrups കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ കൊടുക്കണം, 160 mm സ്പേസിങ്ങിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്ട്രക്ചർ ഷിയറിൻ്റെ കേസിൽ സേഫ് ആണെന്നുള്ളത് ഞാനിവിടെ കണ്ടുപിടിച്ചു. അപ്പോൾ ഞാൻ കൺക്ലൂഡ് ചെയ്തു. ഇനി ഫിഗറും കൂടി വരയ്ക്കണം. ഫിഗർ വരയ്ക്കുകയാണ്. ഇതിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 350 mm, ഡെപ്ത്ത് എന്ന് പറയുന്നത് ഓവറോൾ ഡെപ്ത്ത് 600 ആണ്. എഫക്റ്റീവ് കവർ എന്നുള്ളത് 50 mm, അത് മാർക്ക് ചെയ്തു. അപ്പോൾ എഫക്റ്റീവ് ഡെപ്ത്ത് എന്നുള്ളത് എത്രയായിരിക്കും? 550 ആയിരിക്കും. ഓക്കെ, ടോപ്പിൽ ഹാങ്കർ ബാസ് മാർക്ക് ചെയ്തു. ഇവിടെ 4 32 mm ഡയാ ബാസ് ഉണ്ട്. അപ്പം ബോട്ടത്തിൽ 4 ബാസ് മാർക്ക് ചെയ്തു. 4 numbers ഓഫ് 32 mm ഡയാ ബാസ്. ഇനി സ്റ്റിറപ്പ് മാർക്ക് ചെയ്തു. 8 mm ഡയാ 2-legged സ്റ്റിറപ്സ് അറ്റ് 160 mm സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ്. ഓക്കെ, നമ്മൾ കണ്ടുപിടിച്ച സിറപ്പിൻ്റെ ഡീറ്റെയിൽസ് എഴുതി, ഡിസൈൻ ഡീറ്റെയിൽസ് എഴുതി. ഓക്കെ, ടോപ്പിൽ ഹാങ്കർ ബാസ് കൊടുത്തു. ഹാങ്കർ ബാസ് മാർക്ക് ചെയ്തു. കാരണം അതിൻ്റെ ഡയമീറ്ററും കാര്യങ്ങളൊന്നും നമുക്ക് തന്നിട്ടില്ല. ഹാങ്കർ ബാസ് കോംപ്രഷൻ സോണിൽ കൊടുക്കണം മിനിമം. ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻ്റ് ആയിരിക്കും ടോപ്പിൽ വരിക. അതേപോലെ റീഇൻഫോഴ്സ്മെൻ്റ് എൻഡ് ഞാൻ ഇവിടെ കാണിച്ചു. സിറപ്പിൻ്റെ ആ എൻഡ്സ് ഞാൻ ഇവിടെ ടോപ്പിൽ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് വെച്ചാൽ മതി താഴോട്ടേക്ക്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ഫിഗർ വരയ്ക്കണം. ഓക്കെ, ഇത് ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ബാക്കി പ്രോബ്ലംസ് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. താങ്ക് യു.